രാജേഷ് എന്ന പൂജാരി നിഷ്കളങ്കനായിട്ടുള്ള നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആതിര. ആതിരയും 4 വയസ്സുള്ള കുഞ്ഞുമായി സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നൊരു ദിവസം ആതിര തൻ്റെ ഭർത്താവ് രാജേഷിൻ്റെ അടുത്ത് പറയുകയാണ്, ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ്, അയാളിങ്ങനെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട രാജേഷ് മാനസികമായി വലിയ സമ്മർദ്ദത്തിലാവുകയാണ്. അയാൾ തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് ഈ വിവരം വളരെ രഹസ്യമായി പറയുകയാണ്. ഉടനെ അയാൾ പറയുകയാണ്, നമുക്ക് ഒളിക്യാമറ വെക്കാം എന്ന്. പിന്നെ നടന്നത്, കഴക്കൂട്ടത്ത് കഠിനംകുളത്തിനടുത്ത് താമസിക്കുന്ന ആതിര, അവൾക്ക് 30 വയസ്സോളമാണ് പ്രായം. അവളുടെ ഭർത്താവ് രാജേഷ് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയാണ്. മുന്നിലിറഞ്ഞ ദിവസവും പൂജയും മറ്റു കർമ്മങ്ങളുമായിട്ട് ശാന്തമായൊരു ജീവിതം നയിക്കുന്ന ഭർത്താവ്. 4 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. കൊല്ലം നീണ്ടകര സ്വദേശി ജോൺസൺ ഔസേപ്പ്, അയാളുടെ പ്രായം 34 വയസ്സാണ്. അയാളിപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിൽ ചെല്ലാനത്താണ്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആതിരയുമായി വളരെ നല്ലൊരു ബന്ധം ഇങ്ങനെ ജോൺസൺ ഔസേപ്പ് ഉണ്ടാക്കുകയാണ്. ശേഷം ആതിരയുമായിട്ടുള്ള ആ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഫോണിൽ ആ കമ്മ്യൂണിക്കേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആതിരയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ജോൺസൺ അങ്ങനെ ഒരു സ്ഥാനം ഉറപ്പിക്കുകയാണ്. ജോൺസനെ ആ പ്രദേശത്ത് അങ്ങനെ ആർക്കും തന്നെ അറിയില്ല. അയാൾ പക്ഷെ നിരന്തരമായി ആതിരയുമായി ഫോണിൽ ബന്ധപ്പെട്ട് അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുകയാണ്. ശേഷം അവളോട് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആതിരയ്ക്ക് മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ഒരു സ്നേഹവും കെയറും ഒക്കെ ഈ ജോൺസന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതായിട്ട് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവൾക്ക് സ്വന്തമായിട്ടുള്ള എന്താണെങ്കിലും അതെല്ലാം ജോൺസന് കൊടുക്കുവാൻ വേണ്ടി അവൾ തയ്യാറാവുകയാണ്. ഭർത്താവ് പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ആതിര പൂർണ്ണമായും ഫ്രീ ആണ്. അവൾക്ക് പ്രത്യേകിച്ചൊരു ജോലിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവൾ മുഴുവൻ സമയവും ഫോണിൽ ഇൻസ്റ്റഗ്രാമിലും FBയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ബിസി ആവുകയാണ്. ഇതിങ്ങനെ നിരന്തരമായി തുടർന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവ് രാജേഷ് ഒരിക്കൽ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒരുപാട് സമയം ഇങ്ങനെ ചെലവഴിക്കല്ലേ, അല്ലെങ്കിൽ FBയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു സാധാരണ അറിവ് ആ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ തൻ്റെ ഭാര്യയെ തിരുത്തുവാൻ വേണ്ടി ആവത് ശ്രമിച്ചു. പക്ഷെ അവൾ അതിനൊന്നും തയ്യാറായില്ല. പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭർത്താവ് രാജേഷ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭാര്യ ഇങ്ങനെ തല കുമ്പിട്ട് ഈ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച അയാൾക്ക് പലപ്പോഴും ദേഷ്യം വന്നിരുന്നുവെങ്കിലും തൻ്റെ ഭാര്യ അയാൾക്ക് അത്ര ഇഷ്ടമായിരുന്നതിനാൽ ഭാര്യയോട് ഒരിക്കലും അയാൾ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. ഭാര്യയെ ഷൗട്ട് ചെയ്യുക എന്നുള്ളത് അയാൾക്ക് ചിന്തിക്കാൻ പോലും ആവുന്ന കാര്യമായിരുന്നില്ല. കാരണം ഭാര്യയുടെ മുഖമൊന്നും മാറിയാൽ, അവളുടെ കണ്ണെന്ന് നിറഞ്ഞാൽ ഇയാൾക്ക് സഹിക്കാനാവുമായിരുന്നില്ല. ആയതിനാൽ തന്നെ തൻ്റെ ഭാര്യ ആതിരയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യുവാൻ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതിങ്ങനെ നിരന്തരം തുടരുകയാണ്. ക്ഷേത്രത്തിലും പൂജയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വിശന്നായിരിക്കും ഇദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കുവാൻ ഇവൾ തയ്യാറായിരുന്നില്ല. ഇവൾ മുഴുവൻ സമയം ഈ ഫോണിൽ ഇങ്ങനെ കുമ്പിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം തൻ്റെ ക്ഷമ നശിച്ച് ഭർത്താവ് രാജേഷ് അവളോട് ദേഷ്യപ്പെടുകയാണ്. നീ ഇതെന്ത് പണിയാണ് കാണിക്കുന്നത്? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ തുടരുന്നു ഒരിക്കലും നല്ലതല്ല, ഇതൊരു വലിയ അപകടത്തിലേക്കുള്ള യാത്രയാണെന്നുള്ള സിമ്പലൊക്കെ അയാൾ കൊടുത്തു. പക്ഷേ ആതിര അതൊന്നും കേൾക്കുവാനോ അതൊന്നും ചെവിക്കൊള്ളാൻ അവൾ തയ്യാറായില്ല. അവൾ വീണ്ടും അവളുടെ പ്രവർത്തികൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഭർത്താവ് ആ ഫോൺ അങ്ങ് പിടിച്ചു മേടിക്കുകയാണ്. ശേഷം അയാൾ ആ ഫോൺ ആതിരയ്ക്ക് കൊടുക്കുന്നില്ല. പിന്നീട് ആതിരയ്ക്ക് അത് വലിയ സങ്കടമായി എന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ അവൾ കണ്ണ് നിറഞ്ഞൊഴുകി കരഞ്ഞ് അയാൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മനസ്സലിയുകയാണ്. അയാൾ പറയുകയാണ്, നിന്റെ കണ്ണ് നിറയുന്ന കാണുവാൻ വേണ്ടി എനിക്കാവുന്നില്ല, നിനക്ക് സങ്കടം വരുന്നത് കാണുവാൻ എനിക്കാവുന്നില്ല, എന്തായാലും ഈ ഫോൺ നീ തന്നെ ഉപയോഗിച്ചോളൂ, നിനക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നീ പിൻവാങ്ങണം, നീ പിൻവാങ്ങിയില്ലെങ്കിൽ വലിയൊരു അപകടം കാത്തിരിക്കുന്നുണ്ട്, ഈ ഫോണിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുന്ന ആളുകളെ തേടിയാണ് അപകടങ്ങൾ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കുവാൻ ഒട്ടനവധി പ്രാവശ്യം അയാൾ ശ്രമിച്ചു. ഫോൺ ഇങ്ങനെ നിരന്തരമായി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ള അയാളുടെ ആ ഒരു വിലാപം അവൾ ചെവിക്കൊണ്ടേയില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം ക്ഷേത്രത്തിലെ തിരക്കൊക്കെ കഴിഞ്ഞ് രാജേഷ് വീട്ടിലെത്തുകയാണ്. ഭാര്യയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്, എൻ്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തി, ജോൺസൺ എന്നാണ് അയാളുടെ പേര്, അയാൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്, അയാൾ എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങയുടെ സഹായം വേണമെന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ മുമ്പിൽ അവൾ പൊട്ടിക്കരഞ്ഞ് ഭർത്താവിൻ്റെ കാലിലേക്ക് വീഴുകയാണ്. ഒരു കാരണവശാലും ഇൻസ്റ്റഗ്രാമോ സോഷ്യൽ മീഡിയയിലോ ഇങ്ങനെ സജീവമായി നിൽക്കരുത് എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ പലവട്ടം അയാൾ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാതെ അതിനെ ഇങ്ങനെ പിന്തുടർന്ന ഭാര്യയുടെ ആ വാക്കുകൾ അയാൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. പക്ഷേ അയാൾ തള്ളിക്കളഞ്ഞില്ല. അയാൾ തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമുക്ക് ഇതിന് പ്രതിവിധി ഉണ്ടാക്കാം, നമുക്ക് പോലീസിൽ അറിയിക്കാം. എന്താണ് അയാൾ വിളിച്ച് ഭീഷണിപ്പെടുന്നത്, അയാൾ എന്താണ് പറയുന്നത്, എന്ത് തരത്തിലുള്ള ബന്ധമാണ് അയാൾ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കൃത്യമായി ആദ്യം മറുപടി കൊടുക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞങ്ങൾ തമ്മിൽ മറ്റുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ല. അയാൾ വളരെ മോശമായിട്ട് എന്നോട് ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മുന്നോട്ട് തുടർന്നാൽ നന്നാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഈ വിഷയം പറയുന്നത്. ജോൺസണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ ജോൺസന് പണം കൊടുത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആതിര തൻ്റെ ഭർത്താവ് രാജേഷിൻ്റെ അടുത്ത് വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. അയാൾ ഭീഷണിപ്പെടുത്തുന്നു, അയാൾ വന്ന് കൊല്ലുമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് 3-4 വാക്കുകൾ പറഞ്ഞ് ആതിര മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭർത്താവിൽ നിന്നും മറച്ചു പിടിക്കുകയാണ്. പക്ഷേ നിഷ്കളങ്കനായിട്ടുള്ള രാജേഷ് അതെല്ലാം വിശ്വസിച്ചാണ് പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആതിര പറയുകയാണ്, പോലീസിൽ അറിയിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും, ഇത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നുള്ളത് ഭർത്താവ് രാജേഷിൻ്റെ അടുത്ത് അവൾ ഉറപ്പിച്ച് പറയുകയാണ്. ആകെ ധർമ്മസങ്കടത്തിലായിട്ടുള്ള പൂജാരി തൻ്റെ അടുത്ത സുഹൃത്ത്
സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വളരെ രഹസ്യ സ്വഭാവത്തിൽ ഇത് പറയണം. അയാൾക്ക് അയാളുടെ പ്രഷർ താങ്ങാനാവുന്നില്ല. നീ വിഷമിക്കേണ്ട, ഇതിനകത്ത് എന്തോ വേറെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കൃത്യമായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒളി ക്യാമറ സ്ഥാപിക്കാം എന്നുള്ള ഈ ഒരു ഉപദേശം നിഷ്കരണം പൂജാരി തള്ളിക്കളയുകയാണ്. അയാൾക്ക് അയാളുടെ ഭാര്യ ആതിരയെ പരിപൂർണ്ണ വിശ്വാസമാണ്. ഈ സംഭവം പറയുമ്പോഴാണ് മറ്റൊരു സംഭവം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. ഭർത്താവിന് തൻ്റെ ഭാര്യയെ ഭയങ്കര സംശയമാണ്. നിരന്തരമായി ഭാര്യ അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കണമെന്ന് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവും തൻ്റെ ഭാര്യയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിരന്തരമായി ആ പ്രദേശത്ത് കണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരനിൽ ഇയാൾക്ക് സംശയം ഉണ്ടാവുകയാണ്. ഇയാൾക്ക് എന്തോ തൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ഇയാൾ സംശയിക്കുന്നു. പക്ഷേ ഇയാൾ ആ സംശയങ്ങളൊന്നും പുറത്ത് കാണിക്കുകയോ ഭാര്യയോട് ചോദിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. തൻ്റെ ഭാര്യ നിരന്തരമായിട്ട് അവളുടെ വീട്ടിൽ നിൽക്കുവാൻ വേണ്ടി പോകണമെന്നുള്ളത് ഇങ്ങനെ ആവശ്യപ്പെടുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് അയാൾ ആദ്യമേ കരുതിയിരുന്നു. എന്തായാലും അയാളുടെ സംശയം അങ്ങനെ ബലപ്പെടുകയാണ്. അയാൾ എന്തായാലും ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. ഭാര്യയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി അയാളും ഭാര്യയോടൊപ്പം ചെല്ലുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഭാര്യയും അമ്മായിയമ്മയും കൂടെ പുറത്തു പോയ സമയത്ത് അതിവിദഗ്ധമായി അയാൾ അവിടെ ഒരു ഒളിക്യാമറ സ്ഥാപിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അയാൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങി വന്ന് ഭാര്യയെയും കൂടെ കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ ഒളിക്യാമറ സ്ഥാപിച്ച് അതിൽ പതിഞ്ഞ ദൃശ്യങ്ങളും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം അയാൾ സ്വസ്ഥമായിട്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നടുക്കത്തോടുകൂടി അയാൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. തൻ്റെ ഒളിക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ആ ദൃശ്യങ്ങൾ തൻ്റെ ഭാര്യയുടേതല്ല. ഭാര്യയും അമ്മായിയമ്മയും കൂടെ പുറത്തു പോകുന്നു. ശേഷം കുറച്ചേറെ സമയം കഴിഞ്ഞ് അമ്മായിയമ്മ മടങ്ങി വരുന്നു. താൻ സംശയിച്ച അതേ ചെറുപ്പക്കാരനുമായി ലൈംഗിക ചേഷ്ടയിൽ ഏർപ്പെടുന്നത് തൻ്റെ ഭാര്യയല്ല, ഭാര്യയുടെ അമ്മയാണ് എന്നുള്ള നടുക്കുന്ന ആ ഒരു സത്യം അയാൾ അവിടെ കാണുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പണിക്കൊന്നും നമ്മുടെ പൂജാരി രാജേഷ് മെനക്കെടുന്നില്ല. അയാൾക്ക് അയാളുടെ ഭാര്യ അത്രയധികം വിശ്വാസമായിരുന്നു. പൂജാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തത് ഏറെ വലിയ മണ്ടത്തരമാണ്. കാരണം അയാൾ വെറും പാവമായി പോയി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. അയാൾ കുറച്ചും കൂടെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അയാളുടെ ഭാര്യയുടെ ജീവിതം മാത്രമല്ല, ആ കുഞ്ഞിന്റെ ജീവിതം കൂടെ നോക്കണമായിരുന്നു. എന്തായാലും ജോൺസന്റെ പിന്നീടുള്ള നീക്കങ്ങൾ വളരെ ചടുലമായിരുന്നു. അയാൾക്കറിയാം ഇനി കിട്ടപ്പോരൊന്നുമില്ല. പരമാവധി ആതിരയെ ചൂഷണം ചെയ്ത് അവളുടെ കയ്യിലുള്ള സമ്പത്ത്, പണം, അതെല്ലാം ഇയാൾ അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ ഇയാൾ അടിച്ചു മാറ്റി. ജോൺസൺ വീട്ടിൽ വരുമ്പോഴൊക്കെ ആതിര അവൾക്കുള്ളതെല്ലാം അയാൾക്ക് നൽകും. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ജോൺസന്റെ മനസ്സിൽ ആതിര കയറിപ്പറ്റിയോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആതിര ഭർത്താവിന്റെ അടുത്ത് ഈ വിവരം ധരിപ്പിച്ചു എന്നുള്ളത് ജോൺസൺ മനസ്സിലാക്കുകയാണ്. ജോൺസൺ പിന്നീട് വളരെ സ്പീഡ് കൂട്ടുകയാണ്. ആതിരയോട് തന്നോടൊപ്പം ഇറങ്ങി വരുവാനും നമുക്ക് ഒന്നിച്ചു പോയി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് ആതിരയെ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ അയാൾ ആവത് ശ്രമിക്കുകയാണ്. പിന്നീട് അയാൾ വളരെ പെട്ടെന്ന് തന്നെ ആതിര താമസിക്കുന്ന വീടിനടുത്ത് തന്നെ അയാൾ ഒരു റൂം വാടകയ്ക്ക് എടുക്കുകയാണ്. 3-4 ദിവസത്തോളം അയാൾ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ആതിര കൊല്ലപ്പെടുന്ന അന്ന് അയാൾ കൃത്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആതിര തൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുവാൻ വേണ്ടി ഏകദേശം 9:30 കൂടിയിട്ട് സ്കൂൾ ബസ്സിൽ കുഞ്ഞിനെ കയറ്റി വിടുവാൻ വേണ്ടിയിട്ട് വന്ന് നിന്ന് കുഞ്ഞിനെ കയറ്റി വിടുന്നത് ഇയാൾ കാണുകയാണ്. ശേഷം ആതിര വീട്ടിലേക്ക് പോകുന്ന കണക്കാക്കിയിട്ട് അയാളും വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തി ഒച്ചയോ ബഹളങ്ങളോ മറ്റൊന്നുമില്ലാതെ ആതിരയുമായി ഒരു നല്ല ബന്ധത്തിൽ തന്നെ കുറച്ചേറെ സമയം അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശേഷം അയാൾ ആതിരയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആ ഒരു മൊഴി ഇപ്പോൾ അയാൾ പോലീസിന് കൊടുത്തിരിക്കുകയാണ്. പിന്നീട് അതിദാരുണമായ രീതിയിൽ ആതിരയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആതിരയുടെ സ്കൂട്ടറും എടുത്ത് അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതുവരെയുള്ള ആ CC ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശേഷം റെയിൽവേ സ്റ്റേഷനിൽ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. ആതിരയുടെ കൊലപാതകം നടന്നതിന് ശേഷം കുറച്ചേറെ ദിവസം പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനകളും ഈ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള CC ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് സംഘടിപ്പിച്ചു. പക്ഷേ ശേഷം അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്, ഇയാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിന് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. കൊലപാതകയ്ക്കായിട്ടുള്ള അന്വേഷണം അങ്ങനെ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് പ്രായമായിട്ടുള്ള ഒരാളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ ഏർപ്പാടാക്കിയിരുന്നു. ആ ഏർപ്പാടാക്കിയ വ്യക്തിയുടെ മകൾ മനസ്സിലാക്കുകയാണ് ശുശ്രൂഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് ജോൺസൺ ഔസേപ്പ് എന്ന് പറയുന്ന ഈ 34-കാരനെയാണ്, അയാളാണ് ഈ കൊല നടത്തിയതെന്നുള്ളത്. അങ്ങനെ ആ പെൺകുട്ടി മനസ്സിലായോടുകൂടിയിട്ടാണ് കൊലപാതകി ആരാണ് എന്നുള്ളതിലേക്ക് പോലീസ് എത്തുന്നത്. ജോൺസൺ ഉണ്ട് എന്നറിഞ്ഞ വീട് പോലീസ് വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ വളയുകയാണ്. അങ്ങനെ ജോൺസനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജോൺസൺ തന്നെ പറയുകയാണ്, ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. എലിവിഷം കഴിച്ച നിലയിൽ ജോൺസനെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട്. ഇവരുടെ അടുത്തേക്ക് കെയർ, സ്നേഹം, പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും മധ്യവയസ്കരായിട്ടുള്ള ആളുകളും ഇങ്ങനെ അടുത്തുകൂടും. അത് വീണുപോകാൻ ഒട്ടനവധി വീട്ടമ്മമാരുണ്ട്. ഇപ്പോൾ അവർക്ക് സ്നേഹവും കെയറും കിട്ടുന്നു. തൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി മടങ്ങി വരുമ്പോൾ അയാൾ മടുത്തിട്ടുണ്ടാവും. അയാൾക്ക് കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കാൻ ചിലപ്പോൾ നേരെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കെട്ടിപ്പിടിച്ച് കൂടെ ഇരിക്കുന്ന ആൾക്ക് വേണ്ടി എന്തും കൊടുക്കുവാൻ വേണ്ടി ഈ സ്ത്രീ തയ്യാറാകും. തൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമ്പത്ത് മുഴുവനും വേണമെങ്കിൽ ഇയാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ഈ കെയറും പ്രൊട്ടക്ഷനും ഒക്കെ വളരെ പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എന്തും എടുത്തങ്ങോട്ട് പെറുക്കി കൊടുക്കുക. തൻ്റെ ഭർത്താവ് എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ സമ്പത്താണെങ്കിലും യാതൊരു മടിയുമില്ലാതെ ഇന്നലെ വന്ന് കെയറും പ്രൊട്ടക്ഷനും സെക്സും കൊടുക്കുവാൻ വേണ്ടി തയ്യാറായ ഇയാൾക്ക് എടുത്ത് കൊടുക്കുവാൻ വേണ്ടി ഈ സ്ത്രീ വളരെ പെട്ടെന്ന് തയ്യാറാവുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത് ഒരു നല്ലൊരു പ്രകൃതമേ അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി സമ്പാദിച്ച് ആ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ
തൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ് സ്ത്രീകൾ ചെയ്യാറ്. ഇത് വളരെ വലിയ അപകടം വിളിച്ചു വരുത്തും. അത് എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല പറയുന്നത്, ചില സ്ത്രീകളുടെ എങ്കിലും കാര്യത്തിൽ വലിയ അപകടം കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. കുടുംബത്തിന്റെ കടവും ബാധ്യതകളും ദൈനംദിന കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പാടുപെടുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയത്തിനുള്ളിൽ സ്നേഹമുണ്ട്, കരുതലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആതിരയും ജോൺസണും ഒക്കെ നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. ഇതിപ്പോൾ ആതിരയുടെ മരണത്തിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ടാണ് ജനം ഇതറിയുന്നത്, പുറം ലോകം ഇതറിയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ആരും അറിയാൻ വേണ്ടി പോകുന്നില്ല. ഇത്തരം എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൊലപാതകത്തിന്റെ വക്കിലെത്തി തെന്നിമാറി പോകുന്ന കാര്യങ്ങളും ആത്മഹത്യയുടെ മുനമ്പിലെത്തി അവിടുന്ന് രക്ഷിക്കപ്പെടുന്ന സ്ത്രീകളും. ജീവൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് മാധ്യമങ്ങളുടെ അടുത്തേക്ക് എത്തുകയും ഇത് വാർത്തയാവുകയും ഉള്ളൂ. ഇതുപോലെ എത്രയെത്ര ജീവിതങ്ങളാണ് തകർക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നത്. പക്ഷേ പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ്? ഇത്തരം മരണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ്.